നിനക്ക് തണുക്കുമെന്ന് വിചാരിച്ച് ഞാൻ പുതപ്പിട്ട് വന്നതാ. നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഗൗരി, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഞാൻ കേട്ടു. ഹലോ മോനെ പറയടാ. ആ അമ്മേ, എന്നാ ഉണ്ട് വിശേഷം? ഞാൻ അടുക്കളയിലായിരുന്നു. ഇവിടെ വിശേഷമൊന്നുമില്ല. നാൻസി പിള്ളേരും എന്ത് പറയുന്നു? അവള് ഡ്യൂട്ടിയില്ല, പിള്ളേര് സ്കൂളിൽ പോയി. പിന്നെ അമ്മേ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അമ്മ ആലോചിച്ചോ? എന്താ മോനെ? ഇങ്ങോട്ട് വരുന്ന കാര്യം? അതെ മോനെ, അപ്പനിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പനെ വിട്ടിട്ട് എനിക്ക് വരാൻ പറ്റില്ലടാ. നിനക്കറിയാലോ അപ്പൻ്റെ കാര്യം. അമ്മേ, ഇവിടെ വല്ലാത്തൊരവസ്ഥയാണ്. ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ പിള്ളേർ ഒറ്റയ്ക്കാണ്. അമ്മയ്ക്ക് എന്താ ഞങ്ങളുടെ വിഷമം മനസ്സിലാവാത്തെ? അപ്പൻ എന്തിയേ? അപ്പൻ്റെ കൊടുത്തേ, ഞാൻ സംസാരിക്കാം. അപ്പം പറമ്പിലാടാ, ഞാൻ കൊടുക്കാം. എന്താടി? അവനാ, റോയിയാ. ആഹാ. ഹലോ, എടാ മോനെ പറയടാ, എന്നാണ്ട് വിശേഷം? വിശേഷമൊന്നുമില്ലപ്പാ. അപ്പാ, അമ്മയുടെ അടുത്ത് കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ പറ. ആകെ പ്രശ്നങ്ങളാ. പിള്ളേര് സ്കൂളിൽ നിന്ന് വന്നാൽ പിന്നെ തന്നെ ഉള്ളൂ. ആരെങ്കിലും നിർത്താന്ന് വിചാരിച്ചാൽ ഇവിടെ ആരെയും കിട്ടാനില്ല. അപ്പനൊന്ന് അമ്മയുടെ അടുത്ത് പറ, കുറച്ച് ആൾ ഇവിടെ വന്ന് നിൽക്കാൻ പറ. എടാ, അതിപ്പം നിനക്കറിയാലോ, അവൾക്ക് ഈയിടെയും തലകർക്കമൊക്കെ വന്നതല്ലേ. പിന്നെ പോരാത്തതിനില്ലാത്ത അസുഖമൊന്നുമില്ല. എങ്ങനെയാടാ ഈ അവസ്ഥയിൽ അങ്ങോട്ട് വിടുന്നത്? അപ്പൻ അതൊന്നും ഓർക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഇവിടെ ആകുമ്പോൾ ഹോസ്പിറ്റലൊക്കെ അടുത്തുണ്ട്. നാട്ടിലേക്കാൾ എന്തുകൊണ്ടും സേഫ് ഇവിടെയാ. അപ്പാ പ്ലീസ്, കുറച്ച് നാളത്തേക്കല്ലേ, അപ്പനൊന്ന് പറ. അപ്പൻ പറഞ്ഞ അമ്മ കേൾക്കും. ഞാനൊന്ന് ആലോചിച്ചിട്ട് അങ്ങോട്ട് വിളിക്കാം. ആലോചിച്ചോ, പക്ഷെ അപ്പം വിടണം. നമുക്ക് നോക്കാം. ശരിയടാ. ഞാൻ ഒറ്റയ്ക്ക് പോവില്ല കേട്ടോ. അത് നമുക്ക് ആലോചിക്കാം. കഞ്ഞിയായോടി? കഞ്ഞിയൊക്കെ ആയി. ഇനി മീനൂടെ വറുത്താൽ മതി. അതേ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? അവന് നമ്മളല്ലേ ഉള്ളൂ. അവരവിടെ വിഷമിച്ച് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ എവിടെ ഇരിക്കുന്നത്? അത് നീ പോകാൻ തീരുമാനിച്ചോ? അല്ല, ഞാൻ മാത്രമല്ല, നിങ്ങളും കൂടെ വരണം. ഞാനില്ല, ഈ പറമ്പ് കെട്ടിട്ട് ഞാൻ എങ്ങനെയാ വരുന്നത്? പിന്നെ ഈ 5-6 വാഴയും തെങ്ങും കളിക്കാനല്ലേ. അത് സാരയില്ല, ഈ 2 മാസം കൊണ്ട് അതിനൊന്നും സംഭവിക്കുകയില്ല. എന്നാലും ഒരെന്നാലും ഇല്ല. വിമാനത്തെ കയറാൻ പേടിയാ എനിക്ക്. ആ പണ്ടാരം കാണുന്നതിന് എനിക്ക് ദേഷ്യമാണ്. പിന്നെയല്ലേ കയറുന്നു. അയ്യേ, ഒന്ന് പോവൂ. നമുക്ക് ഈ വയസ്സാങ്കാലത്ത് അതേലൊന്ന് കയറാവല്ലോ. എടീ, എനിക്ക് ആ പണ്ടാരം പേടിയാ. ഒന്നും സംഭവിക്കില്ല. ഇവിടെ നിധിയൊന്നും ഇല്ലല്ലോ കാവലിരിക്കാൻ. അപ്പോ നമ്മൾ പോകുന്നു. നാൻസി, നാൻസി. റോൾസ് പ്ലീസ്, ഇന്ന് അവധിയല്ലേ, കുറച്ചുകൂടെ ഒന്ന് കിടക്കട്ടെ. നീ മറന്നോ? ഇന്നല്ലേ അപ്പനും അമ്മയും വരുന്നത്. ഞാൻ മറന്നിട്ടൊന്നുമില്ല. അതിനവരെ നേരം വെളുക്കുമോ ഒന്നും വരുന്നില്ലല്ലോ. അവരാദ്യമായിട്ടല്ലേ വരുന്നത്. നമ്മളെ കണ്ടില്ലെങ്കിൽ ടെൻഷനാവും. നീ എണീക്ക്, നേരത്തെ പോണം. എന്നാ ഞാൻ ചായ ഇടാം. അയ്യോ,
അത് ശരി, നിങ്ങൾ ഇതും കണ്ടോണ്ടിരിക്കുവാണോ? ഞാൻ മൊബൈലിൽ മെസ്സേജ് നോക്കുമായിരുന്നു. ഡാ പ്രാഞ്ചി, ഡാ മോനെ എണീക്കടാ. എടീ മോളെ അച്ചു, അച്ചു എണീക്ക്. പ്ലീസ്, ഇന്ന് ഹോളിഡേ, ഞാൻ കുറച്ചുകൂടി കിടക്കട്ടെ. മതി ഉറങ്ങിയത്. അപ്പച്ചനെ അമ്മച്ചിയും കൊണ്ടുവരാൻ നിങ്ങൾ വരുന്നില്ലേ? അവ ഇന്നാണോ വരുന്നത്? ഞാൻ ഒരു ശകലം കൂടി കിടക്കട്ടെ. മതി മോളെ എണീക്ക്, ഇനി റെഡി ആവണം, അല്ലെങ്കിൽ ലേറ്റ് ആവും. മതി മതി ഉറങ്ങിയത്. എണീര് എണീര് മോളെ അച്ചു, എണീര് എണീര്. മതി ഉറങ്ങിയത്. എണീര് 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 വാ. നാൻസി ഇറങ്ങ്, ഇപ്പൊ തന്നെ ഒത്തിരി ലേറ്റായി. കഴിഞ്ഞു, നിങ്ങൾ ഇറങ്ങിക്കോ, ഞാൻ വരുവാ. അപ്പാ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സുഖമായിരുന്നോ? യാത്രയൊന്നും മോനെ കുഴപ്പമില്ല. അപ്പം പേടിച്ചിരിക്കുമായിരുന്നു. ലാൻഡ് ചെയ്തപ്പോഴാ ശ്വാസം നേരെ വീണത്. ഒന്ന് കൂടി. ആ പ്രാഞ്ചി മോനെ. അപ്പാ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ വല്ലതും കിട്ടുമോ? വലിയ മെച്ചമൊന്നും ഇല്ലായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു, നല്ല ഫുഡായിരുന്നു. ഓ, നിനക്ക് ഇങ്ങനത്തെ ഫുഡല്ലേ ഇഷ്ടം? നൂഡിൽസ്, പെപ്സി, സ്പ്രൈറ്റ് ഇതൊക്കെയല്ലേ? നമ്മളെല്ലാത്തിൻ്റെയും ടേസ്റ്റ് അറിയണം. ഈ ചോറ് മാത്രം കഴിച്ചാൽ പോരാ. ആ, ഒന്ന് ബോഡി എവിടുന്നു? അതെ അമ്മച്ചി, എല്ലാം കഴിക്കണം. ഞങ്ങളുടെ വീട്ടിൽ പുട്ട് ദോശ കഴിച്ച് മടുത്തു. രാവിലെ ദോശ, സ്കൂളിൽ പോകുമ്പോൾ ദോശ, ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാ നേരത്തും ദോശയാ. ദോശ കഴിച്ച് മടുത്തു ഞാൻ. എൻ്റെ മോൾക്ക് അമ്മച്ചി ഉണ്ടാക്കി തരാം ഇനി. ഡാ ഞാൻ വിളിക്കാം. ഞാൻ ദാ എയർപോർട്ടിലോട്ട് പോയിട്ട് വരികടാ. ഞാൻ വിളിക്കാവേ. അയ്യോ, ഞാൻ അപ്പോഴേ വിചാരിച്ചതാ. ആ കുന്ത്രാണ്ടൊന്ന് മാറ്റി വെക്ക്. കേറിയപ്പോ തൊട്ട് അതിലാ. നീ നേരെ നോക്കി വണ്ടി ഓടിക്കും, ഇല്ലെങ്കിൽ സൈഡിൽ ഒതുക്കി നിർത്തും. അപ്പച്ച, അത് അപ്പൻ ഡ്രിഫ്റ്റ് ചെയ്തതാ. ഓ, ഡ്രിഫ്റ്റ് മനുഷ്യപ്പോ തീർന്നേനെ. അതെ അമ്മേ, എപ്പോഴും അങ്ങനെയാ. പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെനിക്കിഷ്ടമല്ല, ഞാൻ വേറെ എടുക്കാൻ പോവാ. നാൻസി അപ്പനും അമ്മയ്ക്കും റൂമൊന്ന് കാണിച്ചോളൂ. ആ, അപ്പാ അപ്പനൊന്ന് പോയി ഫ്രഷ് ആവും. ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചിട്ട് വരാം. എനിക്ക് എന്തെങ്കിലും ചെറുതായിട്ട് മതി കേട്ടോ. അപ്പൻ എന്താ വേണ്ടത്? നാട്ടിലുള്ള എല്ലാം ഇവിടെ കിട്ടും. പൊറോട്ട, ദോശ. എന്നാ എനിക്ക് 2 ദോശ മേടിച്ചോ. ആ, അമ്മയ്ക്ക് പിന്നെ എന്തായാലും കുഴപ്പമില്ലല്ലോ. എനിക്ക് എന്തായാലും കുഴപ്പമില്ല. വാ അമ്മേ, റൂം കാണിച്ചു തരാം. അപ്പാ വാ. ഓ, പുറത്ത് എന്തൊരു ചൂടാ. നിങ്ങൾ ഫ്രഷ് ആ ആവട്ടോ. മോളെ. റോയ് ഇപ്പൊ ഫുഡുമായിട്ട് വരും.
ന്യൂമാരെന്തിനാ എനിക്ക് വെട്ടം വെച്ചിട്ട് ഇങ്ങോട്ട് വരുന്നത്? تعال برا. അയ്യോ ليش انت دور انت بس درايف 1 اور انا معي السياره اعطيه فلوس അനമാരി സിയാറ മലന സിദ്ദിഖിരി സിയാറ. عشان انت معي السياره عشان ايش انت دور اعطيك كفوات انا اعطيك അതെന്തിന് എണ്ണ അടിച്ചത്? അവനത് സന്തോഷമാവുമെങ്കിൽ ആയിക്കോട്ടെ, അല്ലാതെ ഞാനിപ്പോ എന്നാ കാട്ടാനാ? കുറച്ചും കൂടെ ഓടിച്ചു നോക്കായിരുന്നു. ഏതാ ഈ പഞ്ചായത്ത്? ഉയ്യോ. ഒരു ടാക്സി പോലും ഇല്ലല്ലോ. റോയിച്ചിനൊന്ന് വിളിക്കാം. ആ ഹലോ. ഹലോ റോയിച്ച, നിങ്ങൾ എവിടെയാ? ഞാൻ ഓഫീസിലാടാ. നീ എവിടെയാ? എന്താ പരിപാടി? ഓഹ്, ഞാനിവിടെ പെട്ടു. എവിടെ? സത്യം പറഞ്ഞാൽ കറക്റ്റ് സ്ഥലം പോലും അറിയില്ല. നീ ഇന്നും ടെസ്റ്റ് ഡ്രൈവിന് ആരുടെങ്കിലും വണ്ടി കൊണ്ടുപോയോ? ഉം. എൻ്റെ എടാ, നീ മിക്കവാറും നന്നായിട്ട് ആരുടെങ്കിലും കയ്യിൽ നിന്ന് മേടിക്കും. അയ്യോ, അത് നിന്റെ തെറ്റിദ്ധാരണയാ. കിട്ടുന്നതെല്ലാം നന്നായിട്ട് തന്നെയാ. പിന്നെ ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞു നടക്കാറില്ല. നിനക്കറിയാലോ എനിക്ക് വണ്ടി ഭ്രാന്താന്ന്. നല്ല വണ്ടി കിട്ടിയാൽ പിന്നെ ഓടിച്ചങ്ങ് പോകും. അതാ പ്രശ്നം. ആടാ, പിന്നെ അമ്മ അച്ഛനെന്ത് പറയുന്നു? ഞാൻ എന്തായാലും അവരെ കാണാൻ വരുന്നുണ്ട്. ആ ശരിയടാ, നീ വാ. എന്നാ കാണാം. ടാക്സി കിട്ടുമോ നോക്കട്ടെ. ആ ഓക്കേടാ, എന്നാ പിന്നെ കാണാം. ഇപ്പോൾ ഭയങ്കര ബിസിയാണല്ലോ. ഞാൻ കുറച്ച് നാളായി പറയണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈ ഫോണിൻ്റെ ഉപയോഗം കുറച്ച് കൂടുതലാണ്. ഓഫീസ് ടൈമിൽ അത് കുറച്ചിട്ട് വർക്ക് ശ്രദ്ധിച്ചാൽ കൊള്ളാം. സോറി സാർ, ഒരു അർജൻറ്റ് കോളായിരുന്നു. അടുത്ത ആഴ്ച ഓഡിറ്റിങ്ങാ, അത് മറക്കണ്ട. അത് ഓക്കെ സാർ, സെറ്റ്. ആ തെണ്ടിക്ക് വിളിക്കാൻ കണ്ട സമയം. ഹായ് ഗായ്സ്, അങ്ങനെ നീണ്ട 2 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നാട്ടിലേക്ക് പോകുകയാണ് ഗായ്സ്. നോക്കൂ, അങ്ങനെ നമ്മുടെ പെട്ടിയെല്ലാം റെഡിയാക്കുകയാണ് ഗായ്സ്. എല്ലാ സാധനങ്ങളും മേടിച്ചു, എല്ലാം സെറ്റ്. നോക്കൂ, നമ്മുടെ കയ്യിൽ ഇതാ ഫെയറി ഉണ്ട്, ഇത് ക്ലോസപ്പ്, അതുപോലെ തന്നെ ഇതാ നമ്മുടെ കയ്യിൽ ഷാംപൂ ഉണ്ട്, ഇതാ അമൃതാഞ്ചൻ. ഇതാ നോക്കൂ, നമ്മുടെ സുഹൃത്തുക്കൾ ഓരോരുത്തരായിട്ട് ഇതാ വന്നിരിക്കുകയാണ് ഗിഫ്റ്റുകളുമായിട്ട്. അപ്പോ ഓക്കെ ഗായ്സ്, ഇന്നത്തേക്ക് ഇവിടെ നിർത്തുകയാണ്. ഉമ്മ ഉമ്മ ഉമ്മ. പാക്കിംഗ് എവിടെ വരെയായി? കഴിയാറായ? ഏറെക്കുറെ എടാ ആയി വരുന്നു. പിന്നെ ഇതൊരു 1/2 കിലോ ഉള്ളോ? ഇതൊന്ന് വീട്ടിലെത്തിച്ചേക്കണേ. ആരുടെ കയ്യിലൊന്നും നീ കൊടുത്തു വിടണ്ട, നീ നേരിട്ട് തന്നെ കൊടുത്താ മതി. ഓഹോ, ഇത് ഗിഫ്റ്റ് അല്ലായിരുന്നോ? പണി കൊണ്ട് വന്നതായിരുന്നോ തേണ്ടി? എടാ, 1/2 കിലോ എന്നൊക്കെ പറഞ്ഞാലും എന്തുവാടാ ഇത്? വെറും 1/2 കിലോ ഉള്ളോ? മൊത്തത്തിൽ 1/2 കിലോ ഒന്നും കുഴപ്പമില്ല, കേറി പൊക്കോളും. ഇതൊക്കെ എവിടുന്ന് വരുന്ന? അടുത്തത് എന്തായി? പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? എല്ലാം സെറ്റായാ? സെറ്റാകാൻ തന്നെ വാർക്കപ്പണിയോ? ഓൾമോസ്റ്റ് കഴിഞ്ഞു. എടാ, ഇതൊരു 1.5 കിലോ ഉള്ളൂ. എൻ്റെ കൊച്ചച്ഛൻ്റെ കളയിൽ എത്തിക്കണം. എടാ, 1.5 കിലോ എന്നൊക്കെ പറഞ്ഞാ ആകെപ്പാടെ 15 കിലോയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓഹോ, നമ്മളൊരു 1.5 കിലോ ഇങ്ങക്ക് കൊണ്ടുപോകാൻ പറ്റൂല അല്ലേ? എടാ, അതല്ലടാ, എൻ്റെ സാധനം തന്നെ കൂടുതലാണ്. ഓഹോ, പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ, ഞാൻ വേറെ ആരുടെയും കൈ കൊടുത്തു വിട്ടോളാം. അല്ല, ഞാൻ കൊണ്ടുപോയിക്കോളാം. അല്ല, ഇതെന്താ സാധനം തന്നെ ഇത്? ഇത് അമ്മയ്ക്ക് കുറച്ച് ഡേറ്റ്സ് ആയിരുന്നു. അമ്മക്ക് ഡേറ്റ്സ് ഇല്ലാതെ ഒരു ദിവസം പോലും പറ്റില്ല. എന്ത് ചെയ്യാനാ, നമ്മൾ ഓരോ ദുശീലങ്ങൾ പഠിപ്പിക്കും. ഇപ്പൊ അമ്മക്ക് ഇതില്ലാതെ പറ്റില്ല. അല്ല, അപ്പൻ ഈ ദുശീലൊന്നുമില്ലേ? അപ്പൻ നേരത്തെ മരിച്ചു. അത് നന്നായി. അല്ല, ഈ ഡേറ്റ്സ് കഴിയുമ്പോൾ എനിക്കൊരു ബാധ്യതയായേനെ. എടാ, ഇതൊക്കെയാണോ നീ നാട്ടിൽ കൊണ്ടുപോകുന്നേ? എന്റെ എടാ, ഇതൊക്കെ എടുത്തങ്ങ് മാറ്റി, ചുമ്മാ സ്ഥലം കളയാതെ. അതെ, ഇതിവിടെ ഇരുന്നോട്ടെ. ഇതിവിടെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ലല്ലോ. എന്നാലും നിന്റെ സാമാനം കൊണ്ടുപോയ പോരെ? അത് മതി.
കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് തള്ളിയേച്ച് പോയാണ് പാട്ടി. ഒത്തില്ല അല്ലേ? ഒത്തല്ലോ, കൊണ്ടുപോവാന്ന് പറഞ്ഞല്ലോ, പിന്നെന്താ? ആ, നിങ്ങളെന്താ വന്നേ? ചുമ്മാ വന്നായിരിക്കും അല്ലേ? അല്ല, ഞാനൊന്ന് ഒപ്പിക്കാൻ വന്നതാ. ഇനി ഇവിടെ ഇരുന്ന ഉമ്മാർക്ക് ഇനി എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടണമെന്ന് തോന്നും. പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞാളിയാ. എന്റെ ഈശ്വര. അമ്മേ, ഇക്കൊല്ലം വീട്ടിൽ വരുന്നില്ല കേട്ടോ. കാസർഗോഡ് നിന്ന് കന്യാകുമാരി വരെ പാഴ്സൽ സർവീസ് ഉണ്ടമ്മേ. വണ്ടി നിന്നു, ഭാഗ്യം. ആരുമില്ല ഇവിടെ. നമസ്കാരം. നമസ്കാരം. കയറുവാ. വാടാ, ഇരിയടാ. അതല്ലല്ല, ഇതാ. ഇവരും നിന്നെ പോലെ എപ്പോഴും മൊബൈലിൽ തന്നെ ഇടയും. എടാ പ്രാഞ്ചേ. ഇതല്ലടാ, ഞാൻ വേറെ എടുത്തു തരാം. അപ്പനെന്തിയടാ? അപ്പനകത്തുണ്ടറാ. ആ, ഇതല്ലേ? ആ അപ്പച്ചാ, ഞാൻ അനീഷ്, റോയുടെ ഫ്രണ്ടാ. ആ ഇരിക്കും മോനെ. ആ, നിങ്ങൾ ഒരുമിച്ചാണോ ജോലി ചെയ്യുന്നത്? അല്ല അപ്പച്ചാ, എനിക്ക് സ്വന്തം ബിസിനസ്സാ. എന്ത് ബിസിനസ്സാ? കാറിന്റെ ബിസിനസ്സാ. ആഹാ, ഏത് കമ്പനിയുടെ കാറാ? ഓ, അങ്ങനെയൊന്നുമില്ല, ഏത് കമ്പനിയും പോവും. അപ്പാ, ബ്രോക്കറാ ഈ വണ്ടി കച്ചവടത്തിൻ്റെയൊക്കെ. ഓ അത് ശരി, വണ്ടി കച്ചവടം അല്ലേ? ആ, അങ്ങനെയും പറയാം അപ്പച്ചാ. ഓ, ഇതിനൊക്കെ ഇവിടെ വിസ ഉണ്ടോ? ഇത് മിന്നി വിസയാ അപ്പച്ചാ. ഞാൻ UK പോകാൻ വേണ്ടിയിരിക്കുക. അത് ശരി. അവിടെ ജോലിയൊക്കെ ശരിയായോ? ജോലിയായില്ല, നോയിക്കൊണ്ടിരിക്കുന്ന അപ്പച്ചാ. വല്ല ഏജൻസിക്കും കൊടുക്കാൻ പാടില്ലായിരുന്നോ? ഏജൻസി അല്ല അപ്പച്ചാ, ബ്യൂറോയിൽ. ബ്യൂറോയിലോ? ആ, UK ജോലി ചെയ്യുന്ന പെണ്ണുങ്ങൾ മുഴുവനും അവന്മാരെ കയ്യിലാ. ഏത്? ഈ ബ്യൂറോക്കാരുടെ കയ്യിൽ. ഓഹോ, കൈ നനയാതെ മീൻ പിടിക്കാനുള്ള പരിപാടിയല്ലേ? ഓ, അല്ലാതെ പാടാ അപ്പച്ചാ. പഠിക്കണം, പൈസ മുടക്കണം, റിസ്ക്കാണ്. പിന്നെ നാട്ടിലെങ്ങനെ, പരിചയത്ത് വല്ലതുണ്ടോ? ഓ അത് നോക്കാം, എൻ്റെ പരിചയത്തിലല്ലേ. ആ, അപ്പച്ചന് കാര്യം മനസ്സിലായി. ഓ, ഇപ്പോഴെങ്കിലും എൻ്റെ വിഷമം മനസ്സിലായ ഒരാളെ കിട്ടിയല്ലോ. അപ്പച്ചനോട് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് പറയാനുണ്ട്. അതായത് അപ്പച്ചാ, അപ്പച്ചാ, ഞാൻ പറഞ്ഞിട്ട് ആലോചിച്ചാ മതി. UK മിക്കവാറും ഊഞ്ഞാലടിയുന്ന. നീ പോവാണോ? ചായ കുടിച്ചിട്ട് പോടാ. ഓ, ഒന്നും വേണ്ടടാ, വൈകുന്നേരം നീ ക്ലബ്ബിൽ വരത്തില്ലേ? അവൻ്റെ അമ്മൂമ്മയുടെ ചായ എല്ലാം ഒന്ന് ശരിയാക്കിക്കൊണ്ട് വരുമായിരുന്നു. അപ്പോഴേ ഇരുത്തം കിട്ടും പിള്ളേർ. ഇന്ന് തൽപ്പര കഴിയുമാരും ഇല്ല. ഇവന്മാർക്ക് നന്ദിന്റെ കേടാ ഈ ഇരുട്ടത്തേടം തുള്ളാൻ. ഇന്ന് ലേഡീസ് ആരും ഇല്ലല്ലേ? ആരും ഇല്ലടാ. അതെന്താ അങ്ങനെ? ആ, മനസ്സിലായി, അല്ലെങ്കിൽ പുറത്തു വരാത്ത ആളാ. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ക്ലബിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇതാ നമ്മൾ ഇന്നിവിടെ കൂടാൻ പോകുകയാണ്. ഇതാ ഇവിടെ അടിച്ചു പൊളിക്കാൻ പോകുകയാണ് ഗായ്സ്. പകല് മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് വിയർപ്പൊഴുക്കുന്ന ഓരോ മനുഷ്യന്റെയും ആഗ്രഹം രാത്രിയുടെ യാമങ്ങളിൽ കുറച്ചു സമയം ഒന്ന് ആനന്ദിക്കാൻ, ഒന്ന് പൊട്ടിച്ചിരിക്കാൻ. എന്തിനേറെ പറയുന്നു ഗൈസ്, ഒരു രണ്ടെണ്ണം അടിച്ച് എല്ലാം മറന്ന് ഒന്ന് ജീവിക്കാൻ. വരൂ ഗൈസ്, ഇവിടെ വരൂ, നമുക്കൊന്നിച്ചാനന്ദിക്കാം. See, meet my friends Anish and Roy. They are here. See guys, നമ്മൾ ഇന്നിവിടെ അടിച്ച് പൊളിക്കാൻ പോകുകയാണ്. See,
പൂളുണ്ട്, ഡാൻസ് ഉണ്ട്, കളർഫുൾ വൈബ്സ്. മൊത്തത്തിൽ ഇന്ന് അടിച്ച് പൊളിക്കാൻ പോവുകയാണ്. അതെ, ഞാൻ ഇതാ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഉമ്മ ഉമ്മ ഉമ്മ. പുല്ല് നീ രണ്ടോ ഒഴിക്കണ സബ്സ്ക്രൈബേഴ്സ് നോക്കിയിരുന്നു മടുത്തല്ലോടാ. നീ 15 സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണോ ഈ കിടന്ന് വെറുപ്പിക്കുന്നത്? നിനക്ക് ഈ വിശേഷമൊക്കെ അവരുടെ ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോരെ? നീയൊക്കെ പുച്ചിക്ക് വിടാ, പുച്ചിക്ക്. ഈ 15 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞുണ്ടല്ലോ 15,000ന്റെ എഫക്റ്റ് പിന്നെ അത് നിനക്കറിയാം. അവിടെ ആ വെള്ളം കിടത്തടാ. ഓരോ നേരായി അവൻ്റെ ഒരു ഗ്ലാസിന്റെ അകത്തൊഴിയടാ, പുറത്തൊഴിക്കാതെ. ഈ നാറി എന്തിനാ ഈ രാത്രിക്ക് കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ടിരിക്കുന്നത്? അല്പന അർത്ഥം കിട്ടി അർദ്ധരാത്രി കൊട പിടിക്കൂന്ന് കേട്ടിട്ടുണ്ട്. എടുത്ത് മാറ്റണം നിന്റെ കൂളിംഗ് ഗ്ലാസ്. വെള്ളം ഒഴിച്ചില്ലേ? എന്തുവാടാ ഇത്? നീ ഒഴിച്ച വെള്ളം മൊത്തം പുറത്തല്ലേ പോയത്? വെള്ളത്തിൻ്റെ ഒരു വില. പറഞ്ഞ പോലെ നിന്റെ UK പോക്കൊക്കെ എങ്ങനെയായി? ഓ, അത് നിന്റെ യൂട്യൂബ് ചാനൽ പോലെയാ. ഇപ്പം അച്ഛ പിടിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അപ്പോ അതൊരു പ്രശ്നമാണല്ലേ? അതൊരു പ്രശ്നമാടാ. റോയ്, നീ ഒന്നും കൂടി കഴിച്ചേ, അങ്ങോട്ട് കയറി പിടിക്കട്ടെ. എന്നാലേ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരു 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 ഇതങ്ങോട്ട് വരത്തുള്ളൂ. പിന്നെ ഈ പരിപാടി ഇവിടെ നടക്കുകയല്ല കേട്ടോ. മൊബൈൽ എടുത്ത് മാറ്റാം. കൂടുതൽ ഇടയ്ക്ക് അവൻ്റെ കോപ്പിലെ മൊബൈൽ. ഇതാണ് ഇവൻ്റെ ഒരു കുഴപ്പം. നിനക്കൊഴിക്കണ്ടടാ. അതെന്താടാ, ഞാൻ ഇവിടെ സിനിമ കാണാതിരിക്കുകയാണോ? കുറച്ച് കണത്തിൽ അങ്ങോട്ട് ഒഴുകി. പാടില്ല 40 ml കൂടുതൽ. തുടങ്ങി. 40 ml കൂടുതൽ പാടില്ല. ഒരു പാടുമില്ല. അതെ, നമ്മളെവിടെയാ പറഞ്ഞു നിർത്തിയേ? എടാ, എനിക്ക് പെണ്ണ് കിട്ടണടാ. നിനക്ക് അങ്ങനെ പെണ്ണ് കിട്ടുന്ന നീ പറയാം. 40 ഒഴിക്കാൻ പറഞ്ഞ 60 ഒഴിക്കുന്ന നിനക്ക് എവിടെ പെണ്ണ് കിട്ടുമെന്നാ നീ പറയുന്നേ? നീ എന്തെങ്കിലും ഒന്ന് ചെയ്യേ. അവൻ നല്ല വിഷമത്തിലാ. നീ ഒന്ന് ഉപദേശിച്ചേ. അത് വേണ്ടായിരുന്നു. കോളേജ് കാലഘട്ടം ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ, ഞാൻ മാറി നിന്ന് വിഷയിച്ച മാത്രമേ ആദ്യമായിട്ടാണ് സ്ത്രീ വിഷയത്തെക്കുറിച്ചുള്ള സംശയം എൻ്റെ ടേബിളിലെത്തും. പേടിക്കണ്ട, ഇതിൽ നിന്ന് ഞാൻ മാറി നിൽക്കില്ല. കാരണം ഇതെൻ്റെ ഇഷ്ട വിഷയമാണ്, എൻ്റെ വീക്ക്നെസ്സാണ്. എൻ്റെ പൂനാച്ചായ, നിങ്ങൾ വെറുതെ ഡയലോഗ് അടിക്കാതെ കാര്യം പറ. കല്യാണം കഴിക്കാൻ പെണ്ണ് കിട്ടുന്നില്ല എന്ന നിന്റെ വിഷമത്തിൽ നിന്നും എനിക്കിനി കല്യാണമേ വേണ്ട എന്ന അത്യന്തം സ്ഥായിയായ തീരുമാനത്തിലേക്ക് അടുപ്പിക്കാനാകട്ടെ ഇനിയുള്ള മദ്യം ഞാൻ ചെലവഴിക്കും. സത്യത്തിൽ നീ ഇപ്പൊ എത്ര പെണ്ണ് കണ്ടു? ഏകദേശം ഒരു 13 കണ്ടിട്ടുണ്ട്. 13 വളരെ മോശം സംഖ്യ, വളരെ മോശം സംഖ്യ. നീ 40 കഴിച്ചേ? 40 ഒഴിച്ച് ഇന്നല്ലോ കോപ്പിക്കും. സത്യത്തിൽ ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് നമ്മൾ രണ്ടും. അതേ പോൾ 5 വർഷമായി കല്യാണം കഴിച്ചു. കൂടെ പഠിച്ചവരും കൂടെ കെട്ടിവരും എല്ലാം വയറ് നിറച്ചും കൈ നിറച്ചും പിള്ളേരായി. പക്ഷേ എനിക്ക് മാത്രം എവിടെയെങ്കിലും ഒന്ന് കാണിച്ചുകൂടായിരുന്നു? അതല്ലേ, വർഷത്തിൽ 365 ദിവസവും അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുക. പിന്നെ ഇതൊക്കെ എങ്ങനെയാണ്? നിനക്ക് ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. സത്യം പറയരുത്. മനസ്സിലുള്ളത് തുറന്ന് പറയണമെന്ന് തോന്നും, പക്ഷെ പറയരുത്. പിന്നെ നേരെ വാ നേരെ പോ, പാടില്ല. മനസ്സിലായോ? എടാ, നിനക്ക് പിണങ്ങി പോകാൻ പെണ്ണെങ്കിലും ഉണ്ട്, എനിക്ക് അതുപോലുമില്ല. എടാ പോയി, നിനക്ക് എത്ര പെണ്ണ് വേണം? നിനക്ക് ഒരു ലോഡ് പെണ്ണുങ്ങളെ ഞാൻ ഇറക്കി തരും.
എടാ റോയേ, ഇയാള് 40 മില്ലി കീച്ചി 400 മില്ലി അകത്താക്കി തോന്നുന്നുണ്ട്. ഇതൊന്നും അല്ലടാ ആംബിയൻസ്. അതൊക്കെ നാട്ടിലെ ഷാപ്പിൽ കിട്ടണം. അതാണ് ആംബിയൻസ്. തന്തിന തന്താനോ തകതിമി തന്തിന തന്താനോ തന്തിന തന്താനോ തകതിമി താനിന തന്താനോ തന്തിന തന്താനോ തകതിമി തന്തിന തന്നാനോ താനിന തന്നാനോ തകതിമി താനിന തന്താനോ മധുനുകരമേടാ നമുക്ക് മൂക്കറ്റം കേറ്റാമേടാ വർണ്ണശലഭം പോലെ നമുക്ക് പാറിപ്പറക്കാമേടാ മധുനുകരമേടാ നമുക്ക് മൂക്കറ്റം കേറ്റാമേടാ വർണ്ണശലഭം പോലെ നമുക്ക് പാറിപ്പറക്കാമേടാ വീട്ടിലും കേറണ്ടടാ നമുക്ക് ജോലിക്കും പോകണ്ടടാ വീട്ടിലും കേറണ്ടടാ നമുക്ക് ജോലിക്കും പോകണ്ടടാ വർണ്ണശലഭം പോലെ നമുക്ക് പാറിപ്പറക്കാമേടാ വർണ്ണശലഭം പോലെ നമുക്ക് പാറിപ്പറക്കാമേടാ. രണ്ട് റൗണ്ട് ഓടിയിട്ട് വരാം അല്ലേ? ഹായ്, ഇന്നെന്ത് പറ്റി? നേരത്തെ നിർത്തിയോ? ഓ, ഇന്നൊരു മൂടില്ല. ഇന്നലെ താമസിച്ചാ കിടന്നേ. പിന്നെ എന്നും ഇനി വരുന്നോണ്ട് വന്നേ ഉള്ളൂ. ആ അല്ല, പ്രായം മുന്നോട്ടല്ലേ? അങ്ങനെ പറയരുത്, പ്രായത്തിൽ തൊട്ട് കളിക്കരുത്. എന്നാ ശരി, ഞങ്ങൾ 2 റൗണ്ടോടെ പോവാം. ഓക്കെ. ഇഷ്ടത്തോടെ അല്ലെങ്കിലും സാവകാശം എന്റെ അധികാരങ്ങൾ ഓരോന്ന് എനിക്ക് തിരിച്ചു തരാ എന്റെ ഭർത്താവ്. ഒന്നുമില്ല. റോയി ഇന്നലെ എപ്പോഴാ വന്നത്? ഒത്തിരി ലേറ്റ് ആയോ? 12 മണി കഴിഞ്ഞു വന്നപ്പോ. ഈ കമ്പനി എപ്പോഴും കൂടാറുണ്ടോ, അതോ വല്ലപ്പോഴും ഉള്ളോ? വീക്കെൻഡ് മിക്കവാറും പോകും. ശരിയാവുന്നില്ലല്ലോ. എന്നാ റോയിയെ വിളിക്ക്, ചായ ചൂടാറുന്നതിന് മുമ്പ് വന്ന് കുടിക്കാൻ പറ. അതിന് റോയിച്ചൻ നേരത്തെ എഴുന്നേറ്റ് നടക്കാൻ പോയി. ആ, നടക്കാൻ പോക്കൊക്കെ ഉണ്ടോ? എത്ര താമസിച്ചു വന്നാലും നടക്കാൻ പോകും. കുറച്ച് നടന്നിട്ട് അവിടെ പോയിരുന്നിട്ട് മൊബൈൽ നോട്ടോ പണി. എന്നാ പിന്നെ അവന് ഇവിടെ ഇരുന്നാ പോരെ? അത് അവിടെ എവിടെയെങ്കിലും കാണും. നീ ശരിക്കൊന്ന് നോക്ക്. ആയിക്കോട്ടെ. അമ്മേ, എന്റെ മുടി ശരിയാവുന്നില്ല. ഇനി വന്നേ ഒന്ന്. ഈ പിള്ളേരെ കൊണ്ട് മടുത്തു. അമ്മ ഞാൻ ഇപ്പൊ വരാവേ. ഓക്കെ മോളെ. ഈ പിള്ളേരൊരു പണി എടുക്കാൻ സമ്മതിക്കല. ഇവിടെ അല്ലടാ നിന്റെ ID കാർഡ്. എന്നാ ചീപ്പ് എന്തേ ഇടി? ഇങ്ങോട്ട് വന്നേ. വണ്ടി വന്നിട്ടുണ്ട്, അവിടെ പോയി നിന്നോ കേട്ടോ. ഇങ്ങോട്ട് വന്നേ. നിനക്ക് മുടി കെട്ടാൻ അറിയത്തില്ലേ ഇതുവരെ? ഒരു ചായ എടുത്തോ. അപ്പ വന്നു എന്നാ തോന്നേ. വണ്ടി ഇപ്പൊ വരും. പിന്നെ വണ്ടിന്ന് അവനൊരു വഴക്ക് കൂടരുത് കേട്ടോ.
കാട്ടാന ആക്രമണം. അട്ടപ്പാടി ചിറ്റൂരിന് സമീപം നീ ഇത് കാണുന്നില്ലെങ്കിൽ വേറൊരു കോമഡി പരിപാടി ഇട്ടേ. അപ്പാ ഈ ന്യൂസ് ഒന്ന് കണ്ടോട്ടപ്പാ. ഇത് രണ്ടും കൂടെ കാണാനുള്ള കഴിവ് വേറെ തന്നെ. കാട്ടാന ഇറങ്ങി. എന്റെ അപ്പാ. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ഭാഗത്താണ് കാട്ടാന ഇറങ്ങിയത്. നീ ഇതെവിടെയായിരുന്നു? ഞാൻ കുളിക്കുമായിരുന്നു. അപ്പൻ ചായ കുടിച്ചായിരുന്നപ്പാ? ഞാൻ കുടിച്ചടാ. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇവിടെ ആരും പറഞ്ഞു കേട്ടില്ല. നാളെ പ്രാഞ്ചിയുടെ ബർത്ത്ഡേ അല്ലേ? ആ, അതെനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ലോകം മൊത്തം ഇതിലുണ്ടെന്നല്ലേ നിങ്ങൾ പറയുന്നേ? പക്ഷെ ഇങ്ങനെയൊക്കെയുള്ളത് ചിലത് ഓർക്കണമെങ്കിൽ മനുഷ്യർ തമ്മിൽ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കണം. അല്ലാതെ 24 മണിക്കൂർ ഇതും തോണ്ടിക്കൊണ്ടിരുന്ന ഇങ്ങനെയുള്ളതൊന്നും ഓർമ്മ വരികയില്ല. ഓ, ഞാൻ വിട്ടുപോയി. നാളെയാണല്ലേ? അങ്ങനെയാണെങ്കിൽ നാളെ ഒരു പാർട്ടി നടത്താല്ലേ? അപ്പനും അമ്മയും ആദ്യമായിട്ടല്ലേ മോൻ്റെ ബർത്ത്ഡേക്ക് കൂടെ ഉള്ളത്. ഹലോ രാജേഷേ, ഇന്ന് മോനെ സ്കൂളിൽ നിന്ന് ഞാൻ എടുത്തോളാം കേട്ടോ. ആ പിന്നെ വൈകിട്ടത്തെ ബർത്ത്ഡേ പാർട്ടി മറക്കണ്ട. റോയ് പറയടാ. നീ ഇതെവിടെയാ? ഞാൻ എൻ്റെ ബെൻസ് ഒന്ന് കൊടുത്ത് ഒഴിവാക്കാൻ നോക്കാം. ഒരു ബംഗാളി വന്ന് വെട്ടിട്ടുണ്ട്. അവൻ്റെ തലയിൽ എന്തായാലും ഇത് കയറ്റി വെക്കും ഞാൻ. ആ പിന്നെ വൈകിട്ടത്തെ ഫുഡിൻ്റെ കാര്യം നീ ഒന്ന് ഓർപ്പിക്കണേ. അത് നമുക്ക് ശരിയാക്കടാ. ഓക്കെ, വൈകിട്ട് വേണം. എല്ലാരും വിഷ് ചെയ്തോ പ്രാഞ്ചി? ചോക്ലേറ്റ് ഒക്കെ എല്ലാവർക്കും കൊടുത്തോ? കൊടുത്തു അമ്മേ. ജോസൂട്ടിക്ക് മാത്രം ഒന്നാ കൊടുത്തോളൂ അമ്മേ. അതെന്താ? അവന്റെ ബർത്ത്ഡേക്ക് അവൻ എനിക്ക് ഒന്നേ തന്നുള്ളൂ. എടാ മോനെ, എന്തായി നമ്മുടെ കേക്ക്? റെഡിയായോ? ഞാനൊരു 5 മിനിറ്റിനകം വരും. ഓക്കെ. അമ്മ ഇവന്റെ ബാഗിൽ ഇനിയും ചോക്ലേറ്റ് ഉണ്ട്, എനിക്ക് ഒരെണ്ണം തരാൻ പറ. കൊടുക്കട ഒരെണ്ണം. അമ്മ വീട്ടിൽ ചെന്നിട്ട് കൊടുക്കാമേ. ഒന്ന് പോടുന്നു. നമ്മുടെ കേക്ക് ഞെടുത്തോ? ആ യെസ്. ഹാപ്പി ബർത്ത്ഡേ മോനെ. താങ്ക് യു. വെൽക്കം. എന്നെ പറ്റി ചോദിച്ചാ?
ഒന്നു ചിമ്മിത്തുറന്നതേ ഉള്ളല്ലോ മകനേ, നിൻ ചിരിപ്പൂക്കൾ മാഞ്ഞുവല്ലോ. ഒന്നു ചിമ്മിത്തുറന്നതേ ഉള്ളല്ലോ മകനേ, നിൻ ചിരിപ്പൂക്കൾ മാഞ്ഞുവല്ലോ. ഒന്ന് നെഞ്ചോടു ചേർക്കുവാൻ കൊതിയാവുന്നു, നിൻ കൊഞ്ചലിനായി കാതോർക്കുന്നു. ഒന്ന് നെഞ്ചോടു ചേർക്കുവാൻ കൊതിയാവുന്നു, നിൻ കൊഞ്ചലിനായി കാതോർക്കുന്നു. ഒന്നു ചിമ്മിത്തുറന്നതേ ഉള്ളല്ലോ മകനേ, നിൻ ചിരിപ്പൂക്കൾ മാഞ്ഞുവല്ലോ. റോയ് അല്ലേ? അതെ ഡോക്ടർ. ആ കം. ഇവിടെ എത്ര നാളായി? 10 വർഷമായി. എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുക. ഡോക്ടർ, മോൻ എങ്ങനെയുണ്ട്? വാ പറയാം. ജോ ഫ്രാൻസിസ് അല്ലേ? അതെ ഡോക്ടർ. അവൻ്റെ ഹെഡിൻ്റെ പുറകിൽ മൈനറായിട്ടുള്ളൊരു മുറിവേ ഉള്ളൂ. സ്കാൻ റിപ്പോർട്ടിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അവൻ്റെ ഷോൾഡറിലും കയ്യിലും നിസ്സാര പരിക്കുകളേ ഉള്ളൂ. പിന്നെ അറിയാലോ, വണ്ടി കാലിൽ കൂടിയാണ് കയറിയത്. കുഞ്ഞു കാലല്ലേ, അതുകൊണ്ട് തന്നെ നല്ല ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണ്ടേ? അല്ല, ഉൾക്കൊള്ളണം. ഡോക്ടർ പ്ലീസ്. യെസ്, ഞരമ്പുകളെല്ലാം തന്നെ കട്ടായിട്ടുണ്ട്. ബോൺസ് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അത് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ വന്നാൽ ഫുൾ ബോഡിയെ ബാധിക്കും. സോ അതവിടെ വെച്ച് റിമൂവ് ചെയ്യല്ലാതെ മറ്റു മാർഗമില്ല. ഡോക്ടർ പ്ലീസ്. സോറി. പ്ലീസ്, ഞാൻ എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം. ക്യാഷ് എത്രയായാലും കുഴപ്പമില്ല. എനിക്കിത് കാണാൻ വയ്യ. പ്ലീസ് പ്ലീസ്, നമുക്ക് എങ്ങോട്ടെങ്കിലും മാറ്റാം. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് റോയ്, എവിടെയാണെങ്കിലും ഇതിൽ കൂടുതൽ സാധ്യമല്ല. എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്തേനെ. ഡോക്ടർ, എനിക്ക് മോനെ ഒന്ന് കാണണം. കാണാം. ഇപ്പോൾ ഐസിയുലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ പ്രൊസീജിയർ ഒന്ന് കഴിഞ്ഞോട്ടെ. അയ്യോ, എന്താണ് ഇങ്ങനെ ഒരു വിധി?
ഒന്നുമില്ലടാ മോനെ. മോനെ ഒന്നുമില്ലടാ. ചേച്ചി, എൻ്റെ കാല് കണ്ടോ? ഇനി എൻ്റെ അടുത്ത് വഴക്കൊന്നും ഉണ്ടാക്കാൻ വരില്ലേ? എനിക്കോടാൻ വയ്യ. പ്രാഞ്ചി, മോനധികം സ്ട്രെയിൻ കൊടുക്കണ്ട. വേദനയുടെ ഇഞ്ചക്ഷൻ കൊടുത്തിരിക്കുക. ഫ്രാൻസിസ് എങ്ങനെയുണ്ട്? സുഖമല്ലേ? സുഖമാണ് ഡോക്ടർ. ഗുഡ്. ഇടയ്ക്കൊക്കെ വേദന വരാനുള്ള ചാൻസ് ഉണ്ട്. അതിന് മരുന്ന് ഞാൻ കുറിക്കുന്നുണ്ട്. വേറെ മരുന്നൊന്നും കുറിക്കുന്നില്ല. ഇതിപ്പോൾ നമ്മൾ ടെമ്പററി ആയിട്ടാണ് വെക്കുന്നത്. പെർമനൻ്റ് ആയിട്ട് വെക്കണമെങ്കിൽ ഒരു 6 മാസമെങ്കിലും കഴിയും. സ്റ്റാർട്ടിങ്ങിൽ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. സാരമില്ല, മെല്ലെ മാറിക്കോളും. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ കാര്യം സംഭവിച്ചു. നിങ്ങളെല്ലാവരും കണ്ടതല്ലേ? അതിനെനിക്ക് നല്ല വിഷമമുണ്ട്, നല്ല വേദനയും ഉണ്ട്. ആരോടും ദേഷ്യമൊന്നുമില്ല കേട്ടോ. ഞാനിത് ഓവർകം ചെയ്യും. എൻ്റെ ഒരു കാലല്ലേ നഷ്ടപ്പെട്ടെ, പകരം എനിക്ക് എത്ര കാലുകളാണെന്ന് നോക്കിയേ. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള സങ്കടങ്ങൾ വന്നേക്കാം. എല്ലാവർക്കും സന്തോഷിക്കാൻ ഒരു ദിവസം വരും, കാത്തിരിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഒന്നിനോടും അമിതമായ സ്നേഹം പാടില്ല. അത് ചിലപ്പോ പ്രാഞ്ചി, നീ ഇത് കണ്ടോ? എല്ലാരും സങ്കടപ്പെട്ടായിരിക്കുന്നേ. ഇവരെ എല്ലാരെയും നമുക്ക് ഹാപ്പിയാക്കണ്ടേ? നമുക്കൊരു ഔട്ടിങ്ങിന് പോയാലോ? എന്തൊരു സന്തോഷമാണെന്നല്ലേ ഇനിയാണ് നമ്മൾ ചിരിക്കുന്നത്. എന്തൊരു സന്തോഷമാണെന്നല്ലേ ഇനിയാണു നമ്മൾ ചിരിക്കുന്നത്. ഈ പൂങ്കാവനത്തിലെ പൂകളിൽ ശലഭമായി പാറണം നമ്മൾ. ഈ പൂങ്കാവനത്തിലെ പൂകളിൽ ശലഭമായി പാറണം നമ്മൾ. നക്ഷത്രക്കൂടാരക്കൂട്ടിനുള്ളിൽ മിന്നിത്തിളങ്ങണമൊന്നിച്ച്, ഒന്നായി മിന്നിത്തിളങ്ങണമൊന്നിച്ച്. എന്നും നക്ഷത്രക്കൂടാരക്കൂട്ടിനുള്ളിൽ മിന്നിത്തിളങ്ങണമൊന്നിച്ച്, ഒന്നായി മിന്നിത്തിളങ്ങണമൊന്നിച്ച്. കരുതലും സ്നേഹവും തന്നിടാമേ, കൂടെ പിറപ്പായി ഞാനില്ലയോ. കരുതലും സ്നേഹവും തന്നിടാമേ, കൂടെ പിറപ്പായി ഞാനില്ലയോ. എന്തൊരു സന്തോഷമാണെന്നല്ലേ ഇനിയാണു നമ്മൾ ചിരിക്കുന്നത്. എന്തൊരു സന്തോഷമാണെന്നല്ലേ ഇനിയാണ് നമ്മൾ ചിരിക്കുന്നത്. ഈ പൂങ്കാവനത്തിലെ പൂകളിൽ ശലഭമായി പാറണം നമ്മൾ. ഈ പൂങ്കാവനത്തിലെ